ചില സമയത്ത് ഈ 5000 രൂപ വിലയുള്ള ഒരു പ്രൊഡക്റ്റ് ഈ സെയിലിന് 2 മാസം മുമ്പ് 7000 രൂപയാക്കുന്നു. പിന്നെ അതേ 5000 രൂപയ്ക്ക് നമുക്ക് തരുന്നു. അപ്പോൾ നമുക്ക് 2000 രൂപ ഓഫ് കിട്ടി എന്നുള്ള ഒരു തെറ്റിദ്ധാരണ നമുക്ക് ഉണ്ടാകുന്നു. ഇങ്ങനെ ഒരു ന്യൂസ് കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവം ഉണ്ടാകാറുണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. അത് പല കാര്യങ്ങളും പല പ്രോഡക്റ്റുകൾ, അത് മൊബൈലാണെങ്കിലും ലാപ്ടോപ്പ് എന്തും ആയിക്കോട്ടെ, ഇതിനും സെയിലിന് മുമ്പ് വില കൂട്ടുന്നു, സെയിൽ വരുമ്പോൾ വില കുറയ്ക്കുന്നു. അത് കൃത്യമായിട്ട് ഈ പ്രൈസ് വാച്ച് ചെയ്യുന്നവർക്കിത് നമുക്ക് വ്യക്തമാകും. വിഷ് ലിസ്റ്റ് ചെയ്ത് നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ ഈ വില കൂട്ടുന്നതും ആ സമയത്ത് കുറയ്ക്കുന്നതും ഒക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഞാനൊരു ദിവസം ഇതുപോലെ വിഷ് ലിസ്റ്റ് ചെയ്തു. വിഷ് ലിസ്റ്റ് ചെയ്തതിന് ശേഷം വില കൂട്ടി വരും. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതെല്ലാം സോഫ്റ്റ്വെയർ വെച്ച് നിയന്ത്രിക്കുകയാണ്. അന്നേരം എത്ര പേര് വിഷ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡെയിലി ക്ലിക്ക് ചെയ്ത് നോക്കുന്നുണ്ട്, ഇതൊക്കെ തന്നെ ഈ സെല്ലർക്ക് അറിയാൻ സാധിക്കും. പിന്നെ ഒരാൾ സെല്ലറായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ പ്രോഡക്റ്റിനെ ഏറ്റവും കുറഞ്ഞ വിലയും കൂടിയ വിലയും അവരത് എൻട്രി ചെയ്യും. അന്നേരം ഈ സോഫ്റ്റ്വെയർ തന്നെ സീസൺ അനുസരിച്ച് അല്ലെങ്കിൽ ആൾക്കാരുടെ ഒരു ബിഹേവിയർ അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ സെല്ലറെ തിരഞ്ഞെടുക്കുമ്പോൾ ഭയങ്കരമായി ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കാരണം ഒരു 2-3 സെല്ലറുകൾ ഒരു വിഷയത്തിന്, ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ എടുക്കുകയാണെങ്കിൽ ആ മൊബൈൽ ഫോണിൽ ഒരു 3-4 സെല്ലറുകളുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും നല്ല സെല്ലർ ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യണോ അതോ എന്താ ചെയ്യേണ്ടത്? സെല്ലർമാർ 2 രീതിയിലുണ്ട്. ഒന്ന്, കമ്പനി നേരിട്ട് സെല്ലറായിട്ട് രജിസ്റ്റർ ചെയ്ത് വിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി വഴി. തേർഡ് പാർട്ടി വഴി വിൽക്കുന്ന നല്ല സെല്ലർമാരുമുണ്ട്, മോശം സർവീസ് കൊടുക്കുന്നവരുമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഒരു ഫ്രജൈലായിട്ടുള്ള സാധനമൊക്കെ മോശം പാക്കിംഗ് ആയിട്ട് അയക്കുക, അത് വരുന്ന വഴിക്ക് പൊട്ടുക, അത്തരം സംഭവങ്ങൾ. അത്തരം പ്രോഡക്റ്റുകളുടെ കസ്റ്റമർ പ്രോഡക്റ്റ് റിവ്യൂ വായിച്ചു കഴിഞ്ഞാൽ ഈ സെല്ലറിനെ കുറിച്ച് മോശമായ അഭിപ്രായം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. എന്നാൽ അത്തരം സെല്ലർ ഒഴിവാക്കുക. അതേ പ്രോഡക്റ്റ് തന്നെ ഒരുപക്ഷെ വേറൊരു സെല്ലർ വഴി വിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ കമ്പനി തന്നെ. ഇപ്പോൾ LGയുടെ വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ ഫ്രിഡ്ജ് കമ്പനി തന്നെ സെല്ലറായിട്ട് വിൽക്കുന്നുണ്ടാവും. കറക്റ്റ് കമ്പനി വഴി വാങ്ങിക്കുകയാണെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ, കാരണം അത്തരം കാര്യങ്ങൾ അവർക്ക് കൈകാര്യം ചെയ്ത് പരിചയമുള്ളപ്പോൾ പാക്കിങ്ങും എല്ലാം വളരെ പെർഫെക്റ്റ് ആയിരിക്കും.